ഹലോ ഗൈ സുഖല്ലേ? വീക്കെൻഡ് ആകുമ്പോ അതൊരു മജ തന്നെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വേട്ടക്ക് പോകുന്നുണ്ട് കേട്ടാ. ഇതൊരു ഹോബിയായി മാറുന്നുണ്ട്. ഇന്ന് പോയാലും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടാ. ഇത് വേറെ കിട്ടിയതാണ്. റൂമിലെത്തിട്ടാകുമ്പോ സതീഷ് നല്ല ചിക്കൻ കുറുമേലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല കുബൂസും കൂട്ടിയിട്ട് നമ്മള് കിടന്നു. വീക്കെൻഡ് ആയിട്ടാകുമ്പോ ഓരോരാൾ നല്ല രീതിയിൽ ഉറങ്ങും. നമുക്കാണെങ്കിൽ ഉറങ്ങാനും കഴിയില്ല. രാവിലെ എണീച്ചപ്പാടെ പാർക്കിൽ പോയി. അടുത്ത് തന്നെ പാർക്ക് ഉണ്ട്, അൽനഹദ പോണ്ട് പാർക്ക്. രാവിലെ തന്നെ എണീച്ചിട്ട് ഇങ്ങനെല്ലാം നടക്കുമ്പോൾ എന്തോ ഒരു പാങ്ങന്നല്ലേ. നമ്മള് നേരെ പാർക്കിൽ പോയി ചെറിയ പക്ഷികളെ കൂറ്റും അടുത്ത ആ ഒരു കാഴ്ചകളും സൂര്യൻ വരുന്നതും. രാവിലെ നല്ല ആൾക്കാരുണ്ട് കേട്ടാ പാർക്കിൽ. കുറെ ആൾക്കാരുടെ നല്ല രീതിയിൽ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളാണ് നടന്ന് നീങ്ങിയിട്ട് ആ കാണുന്നത് വാട്ടർ ഷോ ഒന്നും അല്ല കേട്ടാ. ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ കാണുന്ന മരങ്ങൾക്കും ചെടികൾക്കും അയിൽനാന്ന് തോന്നുന്നു വെള്ളം വരുന്നത്. അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടാ. ചെറിയ രീതിയിൽ വർക്കൗട്ട് എല്ലാം ചെയ്തുകൊണ്ട് നമ്മളവിടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിന്നിട്ടാ. കൊണ്ടാടുന്ന ഒരു പൂച്ച സാറിനെ കാണുന്നു. ഓറാണെങ്കിൽ ഉറക്കം എണീക്കുന്നുണ്ട്. അജ്മലാടെ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഫമീസ് ആണെങ്കിൽ വിറ്റാമിൻ ABCD ഇല്ലല്ലോ, അങ്ങനെ അതെല്ലാം കൊള്ളുന്നുണ്ടോ അവനാട്. രാവിലെ വെട്ടുമ്പോ കയറിയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് രാവിലെ ഒന്ന് എണിച്ച് നടക്കാൻ നോക്കി. എങ്ങനെ ഉണ്ട് നോക്കാല്ല. കാഴ്ചകളെല്ലാം കാണിടോ പുറത്ത് പോയിട്ട്. തട്ടിയെല്ലാം നിലമായാലൊന്നും ഉഷാറായിട്ട് പൂച്ചനെ അൽബാക്കിക്കൊണ്ട് അജ്മലാടെയുണ്ട്. പിന്നെയും നമ്മൾ രാവിലെ വേട്ടക്ക് പോയിട്ടാ. യോനിക്ക് വേട്ട ഇപ്പം ഭയങ്കരത്തിൽ ഇങ്ങനെ ഹരങ്കേറി. നാട്ടിൽ പോകുമ്പോ ബാഗേജിന് മൊത്തം ഇതന്നെ ആയിരിക്കും. കാരണം 2 കാർട്ടൂണായിട്ട് മൊത്തമായിട്ടുണ്ട് തോന്നുന്നു എനിക്ക്. പോയാല് 2 കിട്ടി. അതും എടുത്തിട്ട് നമ്മൾ വന്നിട്ടാ ഒരു തൂവല് കണ്ടിട്ടാകുമ്പോ അവന്റെ ചെവിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാലോ എന്ന് തോന്നല്. കാരണം ഇതിട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പോ വേറെ ഒരു രസമല്ലേ. ഇങ്ങനെ തിരിച്ചിട്ടിയ ഭാവനയും തോളത്തിട്ടിട്ട് റൂമിലേക്ക് വരുമ്പോ സതീശേട്ടൻ നടന്ന് ചായലും കുടിക്കുന്നുണ്ട്. നല്ല വെള്ളം പോലും ചുട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലത്തെ കറി കുറച്ചുണ്ടായിന്. അത് ഭയങ്കര കറിയായിരുന്നു കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല. ലാസ്റ്റ് കുറച്ച് മാത്രം ഉണ്ടായിന്. അതും ആ വെള്ളപ്പും കൂട്ടിട്ട് ഞാനും തിന്നു. സുഖം ഇത്രയിൽ ആൾ ഉറങ്ങുന്നു. നല്ല മീനെല്ലാം പൊരിഞ്ഞുകൊണ്ട് ഉച്ചക്കേക്കിലെ പരിപാടിയാണ്. ഉച്ചക്ക് പിന്നെ നല്ല ഫുഡ് ഉണ്ടാവണമല്ലോ. കാരണം ഞായറാഴ്ച അല്ലേ. ലീവ് ദിവസം ബിരിയാണി തന്നെ ആണെന്നില്ല കേട്ടോ. നല്ല വെറുംചോറും പപ്പടവും അങ്ങനെ കറികളെല്ലാം കുറെ ഉണ്ട്. ഉണക്കച്ചമ്മീൻ ഇട്ടിട്ട് നല്ല മുരിങ്ങക്കോല് കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കുറച്ച് ചോറിലേക്ക് വെച്ചിട്ട് നല്ല മൊരിമൊരിഞ്ഞ മത്തിയും പിന്നെ അതിന്റെ ആ മുട്ടയും എണറ് എന്ന് പറയുന്ന സാധനം, അതും കുറച്ച് അച്ചാറും ഇതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ടല്ല. കുറച്ച് ചോറിൽ ഇങ്ങനെ കഴിച്ച് തിന്നുമ്പോണ്ടല്ല അൽഹംദുലില്ലാ. നാട്ടിൽ നിന്ന് തങ്ങൾ അച്ചാറ് കൊളന്നിട്ടുണ്ടായിന്. പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 50 പൈസക്കെല്ലാം കിട്ടിയില്ലേ ഒരു പാക്കറ്റിൽ. മോനെ ആ അച്ചാർ അത് കൂട്ടുമ്പോണ്ടല്ല മാങ്ങന്റെ പുളിയും പിന്നെ അച്ചാറിന്റെ ആ ഒരു ഇതെല്ലാം വന്നിട്ടാകുമ്പോണ്ടല്ല മോനെ അങ്ങനെ കോരിത്തിരിക്കുന്നത്. അപ്പൊ ഓക്കെ ബൈ.